വാർത്തകൾ വിശദമായി നോക്കാം. വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പത്മജ വയനാട് പുൽപ്പള്ളിയിലെ കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലേടത്തിന്റെ അവസാന പ്രതികരണം പുറത്ത്. തന്നെ ഗൂഢാലോചനക്കാരനായി ചിത്രീകരിച്ചുവെന്നും ഒരു വിഭാഗം തന്റെ രക്തത്തിനു വേണ്ടി ദാഹിച്ചുവെന്നും ജോസ് പറയുന്നു. പ്രതിസന്ധിയിൽ പാർട്ടി നേതാക്കൾ കൈവിട്ടെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. വീട്ടിൽ നിന്നാണ് പോലീസ് കുറിപ്പ് കണ്ടെടുത്തത്. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ ആരോപണ വിധേയനാണ് മരിച്ച ജോസ്. അതേസമയം CPM നടത്തിയ സൈബർ പ്രചാരണത്തിന്റെയും വ്യക്തിഹത്യയുടെയും ഇരയാണ് ജോസ് നെല്ലേടമെന്ന് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ആരോപിച്ചു. മുൻമന്ത്രി KT ജലീലിനെതിരെ ആരോപണവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഭൂമി വാങ്ങിയതിൽ 10 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് ഫിറോസിന്റെ ആരോപണം. സെന്റിന് 4000-ഓളം രൂപ ന്യായവിലയുള്ളപ്പോൾ 1,60,000 രൂപയ്ക്ക് സ്ഥലം വാങ്ങിയതിന് പിന്നിൽ KT ജലീലാണെന്നും സ്ഥലം തിരികെ ജലീലിന് നൽകി സർക്കാർ പണം തിരികെ പിടിക്കണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു. മൊയ്തീങ്ക ഒരു സെന്റിന് അന്ന് എത്രക്കാണ് വിറ്റത്? 35,000 രൂപയ്ക്കാണ് മൊയ്തീങ്ക സ്ഥലം വിറ്റത്. ഈ റോഡിനോട് ചേർന്നുള്ള സ്ഥലം വിറ്റ ഒരാളെ ഞാനിപ്പോൾ കണ്ടു. അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ മുമ്പാകെ വരാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞാൻ 40,000 രൂപക്കാണ് വിറ്റതെന്നാണ്. എന്ന് പറഞ്ഞാൽ റോഡിനോട് ചേർന്ന സ്ഥലം 40,000, ഇദ്ദേഹത്തിൻ്റെ കുറച്ച് അകത്ത് ഇദ്ദേഹം 35,000. പിറകോട്ട് പോകും തോറും ഏറ്റവും ചുരുങ്ങിയത് അവസാനം വരുന്നത് 2,000 രൂപ. ഈ ഭൂമിയാണ് ഇങ്ങനെ കൊള്ള വിലക്ക് 1,60,000 രൂപക്ക് ശ്രീ KT ജലീലിൻ്റെ താല്പര്യപ്രകാരം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. സർക്കാർ ചെലവഴിച്ച 17,65,00,000 രൂപ ശ്രീ KT ജലീലിൽ നിന്ന് ഈടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. കാരണം ഈ ഭൂമി ഉപയോഗശൂന്യമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. മലയാളം സർവകലാശാല ഭൂമി വിഷയത്തിൽ PK ഫിറോസിന് മറുപടിയുമായി KT ജലീൽ. ഭൂമി ഏറ്റെടുത്തത് താൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്തല്ല, ഭൂവുടമകളുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായത് പിന്നെയും 2 കൊല്ലം കഴിഞ്ഞാണ്. പറമ്പ് കച്ചവടത്തിന് കമ്മീഷൻ വാങ്ങുന്ന ഇടപാട് ഫിറോസിനും ഫിറോസിന്റെ നേതാക്കൾക്കുമാണെന്നും ജലീൽ പറഞ്ഞു. ബ്ലൂഫിൻ ടൂറിസം കമ്പനി ഉടമകളിൽ ഒരാളായ മുഹമ്മദ് അഷ്റഫ് വെള്ളടത്തുമായി PK ഫിറോസിന് കൂടുതൽ ബിസിനസ് പങ്കാളിത്തമെന്ന ആരോപണവുമായി KT ജലീൽ. മുഹമ്മദ് അഷ്റഫ് വെള്ളടത്ത് കൊപ്പത്തെ എമ്മിയുടെ പാർട്ട്ണറാണ്. ഇതിന്റെ കൂടെ തന്നെ ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ LLC എന്നൊരു കമ്പനിയുമുണ്ട്. ഫിറോസിന്റെ ട്രാവൽസിന്റെ പേരും ബ്ലൂഫിൻ എന്നാണ്, പ്രോപ്പർട്ടിയുടെ പേരും ബ്ലൂഫിൻ എന്നാണ്. ഗൾഫിലെ ഈ കമ്പനികളിൽ പങ്കാളിത്തമുണ്ടോ എന്ന് ഫിറോസ് വ്യക്തമാക്കണമെന്നും ജലീൽ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേതൃത്വത്തിന് പിന്തുണ നൽകിയതിന് അഡ്മിൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന ആരോപണം. ഡിജിറ്റൽ മീഡിയ സെല്ലിനെതിരെ KPCCക്ക് പരാതി നൽകി എറണാകുളം ജില്ലയുടെ ചുമതല വഹിക്കുന്ന PV ജെയിൻ, ജിജോ മാത്യു, സന്ദീപ് വാഴക്കാടൻ, റിനീഷ് തുരുത്തിക്കാടൻ, ഷാനവാസ് എന്നിവർക്കെതിരെയാണ് പരാതി. വ്യാജ അക്കൗണ്ടുകളിലൂടെ കോൺഗ്രസ് നേതൃത്വത്തെ അധിക്ഷേപിച്ചതിന് പിന്നിൽ ഇവരാണെന്നാണ് പരാതിയിലെ ഉള്ളടക്കം. രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ കോൺഗ്രസിൽ, പ്രത്യേകിച്ച് ഈ സൈബർ കോൺഗ്രസ്, ഡിജിറ്റൽ മീഡിയ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതിൽ KPCC പ്രസിഡന്റ് അടക്കം ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. KPCC പ്രസിഡന്റിന് പരാതി നൽകിയത് എറണാകുളം ജില്ലയുടെ ചുമതല വഹിക്കുന്ന PV ജെയിനാണ്. KPCC പ്രസിഡന്റിന് പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഇവിടെയുള്ള ഈ അഡ്മിൻ ചുമതലയിൽ നിന്ന് തന്നോട് പറയാതെ തന്നെ ാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ നേതൃത്വത്തെ പിന്തുണച്ചതിന് പിന്നാലെയാണ് ഈ ഒരു നടപടി എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമായും 4 പേരുകളാണ് അതിൽ, പ്രധാനമായും 5 പേരുകളാണ് കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജിജോ മാത്യു, സന്ദീപ് വാഴക്കാടൻ, റിനീഷ് തുരുത്തിക്കാടൻ, ഷാനവാസ് തുടങ്ങിയവർക്കെതിരെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇവർ വ്യാജ അക്കൗണ്ടുകളിലൂടെ കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. താൻ പലപ്പോഴും നേതൃത്വത്തെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റുകൾ ചെയ്യുമ്പോഴും എല്ലാം തന്നെ ഇവർ ചോദ്യങ്ങളുമായിട്ട് എത്തുന്നു. ഇവർ പലപ്പോഴും ഈ രീതിയിലുള്ള
പരാതികൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. തന്നെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദത്തിലാണ് ഇവർ സംസാരിക്കുന്നതെന്നെല്ലാം തന്നെ പി വിജയൻ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പരാതി കൃത്യമായ രീതിയിലുള്ളൊരു നടപടികൾ സ്വീകരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയുണ്ട്. നേതൃത്വത്തെ പിന്തുണയ്ക്കരുതെന്ന് ജിജോ മാത്യു തന്നോട് പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ചില നേതാക്കൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു കൂട്ടം പേർ ജോലി ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രവർത്തനം കൊണ്ട് ഈ കോൺഗ്രസിന് വലിയ രീതിയിലൊരു ഗുണം ചെയ്യില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KPCC പ്രസിഡന്റ് പരാതി നൽകിയത്. സ്വീകരിക്കണമെന്നും ഈ പരാതിയിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനായി കവചം തീർക്കുമെന്ന് പാലക്കാട് നഗരസഭാ കോൺഗ്രസ് കൗൺസിലർ. കോൺഗ്രസ് നേതാവായ മൻസൂർ മണലാഞ്ചേരിയാണ് രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. രാഹുലിനെതിരെ നിലപാടെടുത്ത നേതാക്കൾക്കും വിമർശനമുണ്ട്. ഒറ്റയ്ക്കിട്ട് ആക്രമിക്കുന്നത് പാർട്ടിയെ വളർത്തുകയല്ല തളർത്തുകയാണ് ചെയ്യുകയെന്ന നേതാക്കൾ ഓർത്താൽ നല്ലതാണ്. നേതാക്കൾ കൈമലർത്തിയാലും പാലക്കാട് കാലുകുത്തിയാൽ രാഹുലിന് പ്രതിരോധ കവചം തീർക്കുമെന്നും മൻസൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. തനിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി നടി റിനി ആൻ ജോർജ്. രാഹുൽ ഈശ്വർ, ഷാജൻ സ്കറിയ, ക്രൈം നന്ദകുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പരാതി. വിവിധ ഓൺലൈൻ ചാനലുകളുടെ ലിങ്കുകൾ അടക്കമാണ് പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് പുറമെ എറണാകുളം റൂറൽ SP, മുനമ്പം DVSP എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. നേരിട്ട് ആക്രമണം നടത്തുന്നവർക്കെതിരെയും പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും കണ്ടെത്തണമെന്നും റിനി ആൻ ജോർജ് ആവശ്യപ്പെട്ടു. ഞാൻ സൈബർ ആക്രമണത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ മുതൽ ഈ സമയം വരെ നിരന്തരമായ സൈബർ അറ്റാക്കാണ് എനിക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഒരു കാര്യമായിട്ട് തന്നെ എടുത്തിട്ടില്ല. ഞാനത് പോസ്റ്റിൽ ഇടുകയും ചെയ്തിരുന്നു. ഞാനതൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത്. കാരണം കൊള്ളുന്നവർക്ക് പൊള്ളുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ സത്യം എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇപ്പോൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചതിന് കാരണം എൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞു, അതായത് ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കണം. കാരണം പ്രത്യേകിച്ചും ഇങ്ങനെ വേദനകൾ പുറത്തു പറയുന്ന ഇരകൾക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്ക്, അപ്പോൾ ഇരകൾക്ക് മൊഴി കൊടുക്കാനോ പരാതി കൊടുക്കാനോ ഒക്കെ ഭയം വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുത്തിട്ട് അതിൽ പരാതി കൊടുക്കുകയും അതിന് വേണ്ട നടപടിക്കായി ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ടിയിട്ടല്ല, എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ സൈബർ പോലീസിനും അതുപോലെ പോലീസ് മേധാവികൾക്കും മുഖ്യമന്ത്രിക്കും നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട്. ശബ്ദരേഖ വിവാദത്തിൽ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനെതിരെ നടപടി സാധ്യത. വിശദീകരണം നൽകാൻ 3 ദിവസം അനുവദിച്ചു. മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടി ഉണ്ടായേക്കും. വസ്തുതയുമായി ഒരു ബന്ധവുമില്ലാത്ത ആരോപണങ്ങളാണ് പ്രചരിക്കുന്നതെന്ന് ശബ്ദരേഖയിൽ പരാമർശിക്കപ്പെട്ട AC മൊയ്തീൻ പ്രതികരിച്ചു. അതേസമയം വിഷയം CPM-നെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. ശബ്ദരേഖ വിവാദത്തിൽ CPM നടപടിയിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത്. ഇതിൽ ശബ്ദരേഖയുടെ ഉടമ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായ ശരത് പ്രസാദിന് 3 ദിവസത്തിനകം കാരണം കാണിക്കൽ വിശദീകരണം നൽകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് പറയുവാനുള്ളത്? പ്രത്യേകിച്ച് CPM-ന്റെ സമുന്നതരായ നേതാക്കളെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. പലരും പണപ്പിരിവുകാരാണ്, പലരും വലിയ രീതിയിലുള്ള പണം ഇതിൽ നിന്ന് സമാഹരിച്ചിട്ടുണ്ട് എന്നത് മാത്രവുമല്ല, ഓരോ നേതാക്കൾക്കും പ്രാദേശിക തട്ടിൽ പ്രവർത്തിക്കുമ്പോൾ തൊട്ട് സംസ്ഥാന തലം വരെ എത്തുമ്പോൾ തന്നെ എത്രമാത്രം പണം ഇവർക്ക് പിരിക്കാൻ കഴിയുന്നുണ്ട് എന്നതിൻ്റെ കണക്കുകളടക്കമാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വലിയ രീതിയിൽ CPM-ന് ക്ഷീണം സംഭവിക്കുന്ന രീതിയിലുള്ള സംഭാഷണ ശകലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡിവൈഎഫ്ഐക്കകത്തെ വിഭാഗീയതയും മറ്റ് എതിർചേരിയും എല്ലാം തന്നെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അത് CPM-നെ വളരെ പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ വിശദീകരണം നൽകാനും വൈകാതെ തന്നെ നടപടിയിലേക്ക് നീങ്ങാനും എല്ലാം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകം ഈ ശബ്ദരേഖ പുറത്തുവിട്ട ആൾക്കെതിരെ നടപടി വന്നിട്ടുണ്ട്. ഇനി ഈ ശരത് പ്രസാദിന് എന്താണ് പറയുവാനുള്ളതെന്നാണ് പാർട്ടി നോക്കുന്നത്. പക്ഷേ ഇതിനകം തന്നെ ഇത് വലിയ രീതിയിലൊരു രാഷ്ട്രീയ ആയുധമാക്കി പ്രത്യേകിച്ച് UDF-ഉം കോൺഗ്രസും എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. CPM-ന്റെ കച്ചവടമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. CPM കരുവന്നൂർ വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ അവർ തീർച്ചയായും തന്നെ അതിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ ആരോപണങ്ങൾ ശരിവെക്കുന്നു എന്നത് പാർട്ടി തലത്തിൽ തന്നെയുള്ള ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്നതെല്ലാം തന്നെയാണ് ഇപ്പോൾ മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം വിമർശനമായി രംഗത്ത് വന്നിട്ടുള്ളത്. എല്ലാ വൃത്തികെട്ട ഇടപാടുകളിലും കളങ്കിതമായ ഇടപാടുകളിലും
CPM നേതാക്കൾക്ക് പങ്കുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതെവിടെ പോയി ED അന്വേഷണം നടത്തിയിട്ട് കോംപ്രമൈസായി. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവരെ എല്ലാം ഭീഷണിപ്പെടുത്തി BJPക്ക് അനുകൂലമായി പ്രവർത്തിപ്പിച്ചു. BJP നേതൃത്വം ഈ സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. പാർട്ടി നേതാക്കന്മാരുടെ അഴിമതി പുറത്തു വരും എന്ന് ഭയപ്പെട്ട് DYFI നേതാവിനെ അഴിമതി കേസിൽ പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്നു. പാർട്ടിയുടെ ഓരോ നേതാക്കന്മാരും ഈ 10 വർഷം കൊണ്ട് തടിച്ചു കൊഴുത്ത് സമ്പന്നന്മാരായി മാറിയിരിക്കുന്നു. എല്ലാ ജില്ലയിലെയും നേതാക്കന്മാർ ഈ ഭരണത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോടികൾ സമ്പാദിച്ചിരിക്കുന്നു. ഇത് ഒരു അന്വേഷണത്തിന് വിധേയമാക്കാൻ ആരോടാ പറയുന്നത്? വേലി തന്നെ വിളവ് തിന്നുന്നു. ഏതായാലും വലിയ രീതിയിലേക്ക് CPM-നെ പ്രതിരോധത്തിലാഴ്ത്തുന്ന ഈ സംഭവത്തിൽ ഇപ്പോൾ വിശദീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് CPM ജില്ലാ സെക്രട്ടറിക്ക് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിക്ക് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫലത്തിൽ ഇത് നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. സർക്കാർ സംഘടിപ്പിക്കുന്ന ന്യൂനപക്ഷ സംഗമത്തിൽ സമസ്ത പണ്ഡിതർക്ക് ഭിന്നാഭിപ്രായം. സംഗമത്തിനെതിരെ SKSSF നേതാക്കളായ അബ്ദുസമദ് പൂക്കോട്ടൂരും സത്താർ പന്തലൂരും രംഗത്ത് വന്നു. തരം തിരിച്ച് സംഗമം നടത്തുന്നത് എന്തിനെന്നാണ് ഇരുവരും ഉന്നയിക്കുന്ന ചോദ്യം. ന്യൂനപക്ഷ സംഗമം സർക്കാർ നടത്തുമ്പോൾ ആശങ്കയുണ്ടെന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രതികരിച്ചു. സംഗമത്തെ അനുകൂലിച്ച് SYS നേതാവ് മുസ്തഫ മുണ്ടുപാറയും രംഗത്ത് വന്നതിന് പിന്നാലെയാണ് സമസ്തയിലെ ഭിന്നസ്വരം. ന്യൂനപക്ഷ സംഗമത്തിനെതിരെ സമസ്തയിലെ പണ്ഡിതർക്ക് തന്നെ ഭിന്നാഭിപ്രായമാണെന്ന കാര്യമാണ് പുറത്തുവരുന്നത്. സമസ്തയുടെ പോഷക സംഘടനയായ SKSSF-ന്റെ മുതിർന്ന നേതാക്കൾ സത്താർ പന്തലൂരും അതുപോലെ അബ്ദുസമദ് പൂക്കോട്ടൂരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത് ഇപ്രകാരമാണ്. ഈ ഒരു സർക്കാർ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്ന ആരോപണം UDF ഉന്നയിച്ചിരുന്നു. ഇതിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന തരത്തിലാണ് നേതാക്കളുടെ പരാമർശങ്ങൾ. ഈ സർക്കാരിന്റെ കാലത്ത് ന്യൂനപക്ഷങ്ങൾക്ക് എന്തെല്ലാം ലഭിച്ചു, എന്തെല്ലാം നിഷേധിക്കപ്പെട്ടു, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ നടത്തുന്നവരെ സർക്കാർ അത്രമാത്രം അഴിച്ചുവിടുന്ന തരത്തിലുള്ള നിലപാടെടുത്തു. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സത്താർ പന്തലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത്തരത്തിൽ മതം തിരിച്ചുള്ള ഒരു സംഗമമല്ല, മനുഷ്യരുടെ സംഗമമാണ് നടത്തേണ്ടതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പിന്നാലെ തന്നെ മാധ്യമങ്ങളെ കണ്ട അബ്ദുസമദ് പൂക്കോട്ടൂരും സമാനാഭിപ്രായമാണ് പങ്കുവച്ചത്. മുസ്ലിം സംഘടനകളാരും സർക്കാരിനോട് ഇങ്ങനെ ഒരു സംഗമത്തിന് ആവശ്യപ്പെട്ടതായിട്ട് ഒരു വാർത്തയും വന്നിട്ടില്ല. ഒരു സംഘടനയും ഔദ്യോഗികമായി ഗവൺമെന്റിന് അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയതായിട്ട് അറിവില്ല. പ്രത്യേകിച്ച് തൊട്ടടുത്തൊരു ചർച്ചയുണ്ടായി. സ്കൂൾ സമയമാറ്റ സംബന്ധമായി മദ്രസകൾക്ക് വരുന്ന നഷ്ടത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ചർച്ചയുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇങ്ങനൊരു സംഗമം നടത്തുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. ഒരു മതേതര ഗവൺമെന്റ് സമുദായം തിരിച്ച് ഇങ്ങനെ സംഗമം നടത്തുക എന്ന് പറയുന്നത് തന്നെ സംഗതമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു മതേതര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സമന്മാരാണ്. കേരളത്തിലെ മൊത്തം ജനങ്ങൾ, ആ മൊത്തം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് മുമ്പിലുള്ള കടമ. ചേരി തിരിച്ചോരോ സംഗമങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ടോ? അതിൽ നമുക്ക് ആശങ്കയുണ്ട്. ആ സമയത്ത് ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് സംഗമം നടന്നു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. അതിന് മുന്നേ ഒരു വിലയിരുത്തൽ ശരിയല്ലല്ലോ. സർക്കാരിന്റെ ഈ ഒരു നിലപാട് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് UDF വിലയിരുത്തുന്നത്. സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഇതിൽ വരാത്തത് കൊണ്ടാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ സമസ്തയും ഒന്നും ഇതിൽ പ്രതികരിക്കാതിരിക്കുന്നതും. സമസ്തയിൽ തന്നെ ഇതിനെ അനുകൂലിച്ചുകൊണ്ടൊരു വിഭാഗം ഉണ്ടെന്നിരിക്കെ സമസ്തയിലെ മറ്റൊരു പ്രബല വിഭാഗമാണ് ഇപ്പോൾ ഇതിനെതിരെ പരോക്ഷ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ടത് നൽകാതെ ഇത്തരത്തിൽ സംഗമം മാത്രം നടത്തിയതുകൊണ്ട് എന്ത് കാര്യമെന്നാണ് അവർ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിലും ഇക്കാര്യത്തിൽ കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും സമസ്തയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് ഉണ്ടാവുക. മുൻപ് പലപ്പോഴും സർക്കാർ ഇത്തരം യോഗങ്ങളും മറ്റും വിളിക്കുമ്പോൾ സമസ്തയുടെ പ്രതിനിധികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പുള്ള ഇത്തരം നടപടികളിൽ എന്തൊക്കെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ, അതിലൂടെ പ്രതികരണം എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും ലീഗിനെ പിന്തുണയ്ക്കുന്ന സമസ്തയിലെ ഒരു വിഭാഗം ലീഗ് മുന്നോട്ട് വെച്ച അതേ രാഷ്ട്രീയം പിന്തുടരുന്ന തരത്തിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. ഇതിനെതിരെ എന്തെല്ലാം നിലപാടുകൾ അല്ലെങ്കിൽ എന്തെല്ലാം പരസ്യ പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകുമെന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. സമസ്തയുടെ പ്രതികരണം സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയതിനു ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയാനാകുന്നത്. മലപ്പുറത്തു നിന്നും CB അനുമോദ്, ന്യൂസ് 18.
മതേതര സർക്കാർ എങ്ങനെയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വിളിച്ചുകൂട്ടുന്നതെന്ന് ബി.ജെ.പി. നേതാവ് എം.ടി. രമേശ്. പച്ചയായ വോട്ട് രാഷ്ട്രീയമാണ് സർക്കാർ നടത്തുന്നത്. വർഗീയ രാഷ്ട്രീയത്തിന് സർക്കാർ നേതൃത്വം നൽകുന്നെന്നും എം.ടി. രമേശ് വിമർശിച്ചു. ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടാനാണ് ശ്രമമെന്ന് ന്യൂനപക്ഷ സംഗമത്തിന് പിന്നിലെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജി. വെള്ളാപ്പള്ളിയെ നവോത്ഥാന നായകനാക്കാനാണ് ഇടത് സർക്കാർ ശ്രമം. വെള്ളാപ്പള്ളിയുടെ നവോത്ഥാന കാലത്തേക്കാൾ നല്ലത് പിണറായിയുടെ അധമകാലമാണെന്നും ഷാജി പറഞ്ഞു. അധികാരം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ആൻഡ് റൂൾ അല്ല, അത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. പിണറായിയുടെ കാലത്ത് ഡിവൈഡ് ആൻഡ് ഏൺ ആണ്. എന്ന് വെച്ചാൽ അധികാരത്തിന് വേണ്ടിയിട്ട് വോട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പരസ്പരം മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ ഒരു മടിയില്ലാത്ത തരത്തിലേക്ക് സർക്കാർ പോവാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു കാഴ്ചപ്പാടുമില്ലാതെ ഇവിടെ വിശ്വാസികൾക്കൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങൾ പരിരക്ഷിക്കാൻ അവർ ചെയ്യുന്ന അവർക്കിടയിലുള്ള രീതികളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ എത്തിസ്റ്റുകളുണ്ട്, നമ്മുടെ നാട്ടിൽ വിശ്വാസികളുണ്ട്. ഈ വിശ്വാസവും എത്തിസവും ഒന്നുമില്ലാതെ അങ്ങനെ ജീവിച്ചു പോകുന്ന ആൾ എല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതിലൊക്കെ ഒരു സർക്കാർ എന്നുള്ള നിലക്ക് സ്ഥാനത്തും അസ്ഥാനത്തും ഇടപെടുക. വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്നിട്ട് പിന്നെ നവോത്ഥാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആലോചിക്കുക, വെള്ളാപ്പള്ളിയുടെ നവോത്ഥാനം വരുന്നതിനേക്കാൾ നല്ലത്, നവോത്ഥാന കാലത്തേക്കാൾ നല്ലത്, സത്യം പറഞ്ഞാൽ എന്താ അഭിപ്രായ വ്യത്യാസങ്ങളും പിണറായി വിജയൻ്റെ അധമകാലമാണ് കുറച്ചുകൂടി നല്ലത് എന്ന് വിചാരിക്കുന്ന ആളാണ് മലയാളികൾ. അങ്ങനെ വെള്ളാപ്പള്ളിയെ കൂടെ എന്താണ് റിഫോർമേഷൻ എന്ന് പറയുന്നത്? കേരളം ഈ കണ്ട അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ അതിൻ്റെ റിഫോർമേഷൻ്റെ ബേസ് എന്താണ്? അത് വെള്ളാപ്പള്ളി എന്ന് മുന്നിൽ നിർത്തിയിട്ട് ഒരു നവോത്ഥാന കാലം വരാൻ പോവാണ് എന്ന് പ്രതീക്ഷിക്കുന്ന തനി എന്താ പറയുക ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചിന്താധാരകളും അങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമുള്ള ഒരു സർക്കാരായിട്ട് കേരളത്തിലെ സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അവസാനത്തെ ഇന്നത്തെ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളയത്തിലെ FIR എന്ന് പറയുന്നത്. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാനുള്ള ബിൽ അംഗീകരിച്ച് മന്ത്രിസഭായോഗം. വനനിയമത്തിലെ ഭേദഗതി ബില്ലിനും അംഗീകാരം നൽകി. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ ചന്ദനമരം വനംവകുപ്പ് അനുമതിയോടെ മുറിക്കാനും തീരുമാനമായി. വരുന്ന സഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. അതേസമയം എക്കോ ടൂറിസം ബോർഡ് ബിൽ മാറ്റിവെച്ചു. 2025 കേരള ഏക കിടപ്പാടം സംരക്ഷണ ബിൽ കരടിനും അംഗീകാരം നൽകി. പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്കും ആകെ വായ്പാ തുക 5 ലക്ഷം രൂപയും പിഴയും പിഴ പലിശയുമടക്കം 10 ലക്ഷം രൂപ കവിയാത്ത കേസുകൾക്കുമാണ് കർശന ഉപാധികളോടെ നിയമപരിരക്ഷ ലഭിക്കുക. കോഴിക്കോട് പേരാമ്പ്രയിൽ കാട്ടാന ആക്രമണം. പേരാമ്പ്രയിലെ എസ്റ്റേറ്റിൽ ടാപ്പിംഗ് വാച്ചർ തൊഴിലാളിയായ ബാബുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. വാരിയലിന് പൊട്ടലേറ്റ ബാബു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള മുതുകാട് എസ്റ്റേറ്റിലാണ് കാട്ടാന ആക്രമണം നടന്നത്. എസ്റ്റേറ്റിൽ ഇറങ്ങിയ ആനക്കൂട്ടത്തെ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്നതിനിടെ ടാപ്പിംഗ് തൊഴിലാളികളായ ബാബുവിനും ബിനുവിനും നേരെ കാട്ടാന തിരിയുകയായിരുന്നു. കുതറിയോടിയ ബാബുവിനെ ആന പിന്നാലെ എത്തി ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. ബാബുവിന്റെ വാരിയെല്ലുകൾക്കും തോളിനും പരിക്കേറ്റിട്ടുണ്ട്. തോട്ടത്തിലേക്ക് കയറി പിന്നെയും ചെല്ലുമ്പോൾ അവിടെ 3 ആന, അതിനെ ഓടിച്ചിട്ട് അത് പോകുന്നില്ല. അപ്പം ഓടിക്കുന്നതിനിടയിൽ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്ന സമയത്ത് ആന നമുക്ക് നേരെ പാഞ്ഞെടുക്കുകയും ഞങ്ങൾ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ബാബുവേട്ടൻ പുറകിലായിരുന്നു. ബാബുവേട്ടനെ ആന തട്ടിയിട്ട് നെഞ്ചത്ത് ചവിട്ടിയിട്ടുണ്ട്. ചവിട്ടി കൂടാണ്ട് ഇവിടെ ഒരു മുറിവുണ്ട്, പിന്നെ ഈ എല്ല് പൊട്ടിയിട്ടുണ്ട്. ഈ മുറിവ് ആനയുടെ ഒരു ചെറിയ കൊമ്പുള്ളൊരു ആനയാണ്. ആനയുടെ കൊമ്പ് കൊണ്ട പോലെ ഉണ്ട്, നല്ല ആഴത്തുള്ളൊരു മുറിവാണ്. പൂർണ്ണമായിട്ടും റെഡി ആയിട്ടില്ലെങ്കിലും പിന്നെ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒരു പരിധിവരെ തരണം ചെയ്തിരിക്കുന്ന ഡോക്ടറാണ്. ഇപ്പോൾ സ്കാൻ ചെയ്ത് വന്നതാണ്. ഇനി ആ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഒരു സർജറിയും കൂടി വേണമെന്ന് പറഞ്ഞത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ എസ്റ്റേറ്റിൽ അടുത്തിടെ കാട്ടാന ആക്രമണം രൂക്ഷമായതായി പറയുന്നു. ആന ഇറങ്ങുമ്പോൾ വനംവകുപ്പിനെ അറിയിച്ചാലും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ബീഹാർ മോഡൽ SIR കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചാൽ ശക്തമായി എതിർക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് പകരം ഒഴിവാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്നും മന്ത്രി പ്യൂരിറ്റിയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ശുദ്ധിയില്ലാത്ത വോട്ടർ പട്ടിക വെച്ചാണോ BJP അധികാരത്തിലെത്തിയതെന്നും റിയാസ് ചോദിച്ചു. ബീഹാറിലെ വോട്ടധികാർ യാത്ര മാതൃകയിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര കേരളത്തിലും നടത്താൻ കോൺഗ്രസ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയം ലക്ഷ്യമിടുന്ന യാത്ര രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്നാകും നയിക്കുക. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തുടർച്ചയായി 2 തവണ പ്രതിപക്ഷത്തൊതുങ്ങേണ്ടി വന്ന മുന്നണിയെ അധികാരത്തിലേക്ക് തിരികെ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നിർണായക ഇടപെടലിന് ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നത്. ഈ നീക്കങ്ങളുടെ ഭാഗമായി ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിച്ച വോട്ട് ചോരി യാത്രയ്ക്ക് സമാനമായി സംസ്ഥാനത്തെ 14 ജില്ലകളിലും
കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പര്യടനം നടത്താനുള്ള കൂടിയാലോചനകളാണ് പുരോഗമിക്കുന്നത്. പാർട്ടിയുടെ താരപ്രചാരകരായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംയുക്തമായി പര്യടനം നയിച്ചേക്കുമെന്നാണ് സൂചന. ഇവർക്ക് പുറമെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, സച്ചിൻ പൈലറ്റ് തുടങ്ങിയവരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണങ്ങളിൽ സംസ്ഥാനത്ത് സജീവമാകും. രാഹുലും പ്രിയങ്കയും നേരിട്ട് നയിക്കുന്ന പര്യടനത്തിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ഈ മാസം അവസാന വാരം മുന്നണി നേതൃയോഗം ചേരും. പാർട്ടിയെയും പോഷക സംഘടനകളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയ രാഹുൽ മങ്കൂട്ടത്തിൽ വിവാദത്തെ അതിജീവിക്കാനും ഹൈക്കമാൻഡ് മേൽനോട്ടം വഹിക്കുന്ന താരപ്രചാരകരുടെ പര്യടനത്തിന് സാധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മണിപ്പൂരിൽ സമാധാനവും സാധാരണ നിലയും പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചുരാചന്ദ്പൂരിലായിരുന്നു മോദിയുടെ പ്രഖ്യാപനം. കലാപത്തിൽ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളുടെ ആശങ്കകൾ പ്രധാനമന്ത്രി കേട്ടു. ചുരാചന്ദ്പൂരിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. സമാധാനത്തിന്റെ പാതയിലൂടെ മണിപ്പൂരിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്ന് മോദി പറഞ്ഞു. മണിപ്പൂരിലെ കുട്ടികളുടെ ഭാവി ശോഭനമാക്കാൻ കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ട്. വീടുകൾ നഷ്ടപ്പെട്ട 7000 പേർക്ക് വീടുകൾ നൽകുമെന്നും മോദി. കലാപം തുടങ്ങി 2 വർഷവും 4 മാസത്തിനും ശേഷമാണ് മോദി സംസ്ഥാനത്തെത്തിയത്. साथियों, मणिपुर बॉर्डर से सटा राज्य है. यहां पर कनेक्टिविटी हमेशा से बहुत बड़ी चुनौती रही है. अच्छी सड़कें ना होने की वजह से आपको जो परेशानी आती रही है वो मैं भली भांति समझता हूं. ബ്ലൂഫിൻ ടൂറിസം കമ്പനി ഉടമകളിൽ ഒരാളായ മുഹമ്മദ് അഷ്റഫ് വെള്ളടത്തുമായി PK ഫിറോസിന് കൂടുതൽ ബിസിനസ് പങ്കാളിത്തം എന്ന ആരോപണവുമായി KT ജലീൽ. മുഹമ്മദ് അഷ്റഫ് വെള്ളടത്ത് കൊപ്പത്തെ എമ്മിയുടെ പാർട്ട്ണറാണ്. ഇതിന്റെ കൂടെ തന്നെ ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ LLC എന്നൊരു കമ്പനിയുമുണ്ട്. ഫിറോസിന്റെ ട്രാവൽസിന്റെ പേരും ബ്ലൂഫിൻ എന്നാണ്. ഗൾഫിലെ ഈ കമ്പനികളിൽ പങ്കാളിത്തമുണ്ടോ എന്ന് ഫിറോസ് വ്യക്തമാക്കണമെന്നും ജലീൽ പറഞ്ഞു. അതേസമയം മലയാളം സർവകലാശാലയ്ക്കായി ജലീൽ ഭൂമി കുംഭകോണം നടത്തിയെന്ന ആരോപണവുമായി ഫിറോസും രംഗത്തെത്തിയിരുന്നു. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ആരോപണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ജലീൽ പുറത്തുവിട്ടിട്ടുണ്ടോ? ജലീലും ഫിറോസും തമ്മിലുള്ള ഈ വിമർശനവും വാക്പോരും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലും ഉള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഫിറോസിനെതിരെ ജലീൽ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടികളുടെ മുകളിലുള്ള തർക്കത്തെ തുടർന്ന്, അല്ലെങ്കിൽ അതിനെ ചില അവകാശ തർക്കമാണ്. ബ്ലൂഫിൻ പ്രോപ്പർട്ടീസ് എന്ന പേരിൽ ഗൾഫിലുള്ള സ്ഥാപനങ്ങളിൽ അതിൽ ഫിറോസിന് പങ്കാളിത്തമുണ്ടോ എന്ന ചോദ്യമാണ് ജലീൽ ഉയർത്തുന്നത്. ജലീലിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ജലീൽ ഇക്കാര്യം ആരോപണമായി ഉയർത്തിയിരുന്നു. ഫിറോസിന് നാട്ടിലുള്ള സ്ഥാപനങ്ങളുടെ പേരും ബ്ലൂഫിൻ എന്ന് തന്നെയാണ്. പക്ഷേ ഗൾഫിലുള്ള സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരുടെ പട്ടിക പുറത്തുവിടുമ്പോൾ അതിൻ്റെ പേരിൽ ഫിറോസ് അതിൽ ഇല്ല. പക്ഷേ ഫിറോസിൻ്റെ കൊപ്പത്തുള്ള എമ്മി ചിക്കൻ്റെ പാർട്ട്ണറായ വെള്ളടത്ത് അഷ്റഫ് അതിൽ പാർട്ട്ണറാണ്. അപ്പോൾ ഈ ഗൾഫിലുള്ള ഇതേ സ്ഥാപനങ്ങളിൽ ഫിറോസിന് പാർട്ട്ണർഷിപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ ഫിറോസ് അതിൽ ഉടമയാണോ എന്ന് വ്യക്തമാക്കണമെന്നൊരു ആരോപണമാണ് ജലീൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഫിറോസിന് ഇവിടെ പങ്കാളിത്തമുണ്ട്, വ്യക്തമായ പങ്കാളിത്തമുണ്ട് എന്ന ഒരു ആരോപണവും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫിറോസ് ഇന്ന് തിരൂർ തുഞ്ചൻ സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത ഭൂമി സന്ദർശിച്ചിരുന്നു. ഇവിടെ ഭൂമി വലിയ വില കൊടുത്ത് ഏറ്റെടുത്തത് KT ജലീലിൻ്റെ കാലത്താണെന്നും ഇതിൽ ജലീൽ പങ്കുപറ്റിയിട്ടുണ്ട് എന്നും ഒരു ഗുരുതരമായ ആരോപണമാണ് ഫിറോസ് ഉന്നയിച്ചത്. എന്നാൽ ഈ ഭൂമിയുടെ വില നിശ്ചയിച്ചതും അത് സംബന്ധിച്ചുള്ള അവസാന അഗ്രിമെൻ്റ് വെച്ചതുമൊക്കെ, വിലയെ സംബന്ധിച്ച അഗ്രിമെൻ്റ് വെച്ചതുമൊക്കെ UDFൻ്റെ കാലത്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ജലീലിൻ്റെ തിരിച്ചടി. ഇത് സംബന്ധിച്ച് വില നിശ്ചയിച്ചതും ഭൂമിയുടെ ഉടമസ്ഥരുമായി അഗ്രിമെൻ്റ് ഉണ്ടാക്കിയതുമൊക്കെ തന്നെ UDFൻ്റെ കാലത്തായതുകൊണ്ട് തന്നെ തനിക്കിതിൽ യാതൊരു പങ്കുമില്ലെന്നും ഇതെല്ലാം UDFൻ്റെ കാലത്ത് നടന്നതായതുകൊണ്ട് ലീഗിനാണ് അതിൻ്റെ ഗുണം പറ്റിയിട്ടുള്ളത് തിരിച്ചും ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ജലീൽ ചെയ്തിരിക്കുന്നത്. എന്നാണെങ്കിലും ഈ 2 കാര്യങ്ങളിൽ ഭൂമി സംബന്ധിച്ചുള്ള ഫിറോസിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിനൊപ്പം തന്നെ ബ്ലൂഫിൻ ഫിൻകോപ്പിൻ്റെ പേരിൽ മറ്റൊരു ആരോപണം കൂടി, അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം കൂടി ഉന്നയിച്ചിരിക്കുകയാണ് ജലീൽ ഇന്ന്. ശരി, ബ്ലൂഫിൻ ടൂറിസം കമ്പനികൾ ഉടമകളിൽ ഒരാളായ മുഹമ്മദ് അഷ്റഫ് വെള്ളടത്തുമായി PK ഫിറോസിന് കൂടുതൽ ബിസിനസ് പങ്കാളിത്തമുണ്ട് എന്നുള്ള ആരോപണമാണ് KT ജലീൽ ഉന്നയിച്ചിട്ടുള്ളത്. അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ
തമിഴക വെற்றிക്കഴകം അധ്യക്ഷനും നടനുമായ വിജയുടെ സംസ്ഥാന പര്യടനത്തിന് തിരുച്ചിറപ്പള്ളിയിൽ തുടക്കം. പ്രവർത്തകരുടെ വൻ ജനക്കൂട്ടം കാരണം വിജയ് സമ്മേളന വേദിയിൽ എത്തിച്ചേർന്നത് 4 മണിക്കൂർ വൈകിയാണ്. റോഡ് ഷോ അടക്കം പാടില്ലെന്ന് പോലീസിന്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും പ്രവർത്തകർ റോഡിന് ഇരുവശവും നിറഞ്ഞതോടെ വിജയുടെ യാത്രയ്ക്ക് റോഡ് ഷോയുടെ രൂപം കൈവന്നു. അതേസമയം സമ്മേളന വേദിയിലെത്തിയ വിജയ്ക്ക് സാങ്കേതിക തകരാർ കാരണം പ്രസംഗം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ചൈനയ്ക്കെതിരെ അധിക ചുങ്കം ചുമത്തണമെന്ന് നാറ്റോ സഖ്യരാജ്യങ്ങളോട് ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിക്കും വരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണം. റഷ്യയുമായി ഏറ്റവും സൗഹൃദമുള്ള ചൈനയ്ക്ക് മേൽ സഖ്യരാജ്യങ്ങൾ 50 മുതൽ 100% വരെ അധിക ചുങ്കം ഏർപ്പെടുത്തണമെന്നാണ് ട്രംപിന്റെ ആഹ്വാനം. ഇന്ത്യക്ക് മേൽ ഇരട്ടത്തീരുവ പ്രഖ്യാപിച്ചത് വലിയ ഭിന്നതയ്ക്കിടയാക്കിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് ഇരു രാജ്യങ്ങളെയും വലിയ തർക്കത്തിലേക്ക് നയിച്ചുവെന്നും ട്രംപ് പറയുന്നു. എന്നാൽ ഇരട്ടത്തീരുവ പിൻവലിക്കുമെന്ന കാര്യത്തിൽ ട്രംപ് വ്യക്തത നൽകിയിട്ടില്ല. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനെന്ന് പറഞ്ഞാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യക്ക് മേൽ ഡൊണാൾഡ് ട്രംപ് 50% തീരുവ ചുമത്തിയത്. ആദ്യം 25% തീരുവ ചുമത്തിയ ട്രംപ് ഭരണകൂടം ഓഗസ്റ്റ് 27 മുതൽ ഇത് 50%ആക്കി വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുമായുള്ള ബന്ധം താറുമാറാക്കുന്ന ഒരു നടപടി സ്വീകരിക്കുക എന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമായിരുന്നില്ലെന്ന് ട്രംപ് പറയുന്നത്. പക്ഷേ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തടയുക എന്നത് വളരെ പ്രധാനമായിരുന്നുവെന്നും ട്രംപ് പറയുന്നു. റഷ്യ യുക്രൈൻ സംഘർഷം എന്നത് തങ്ങളെക്കാൾ യൂറോപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. യൂറോപ്പ് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇന്ത്യക്കും റഷ്യയ്ക്കും എതിരായ നടപടികൾ കർശനമായി താൻ തുടരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ 100% തീരുവ ചുമത്താൻ ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ ഇന്ത്യയുമായുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ തന്റെ ഭരണകൂടം തുടരുകയാണെന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച ട്രംപ് പറഞ്ഞിരുന്നു. അതേസമയം ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡറായി ട്രംപ് നാമനിർദ്ദേശം ചെയ്ത സെർജിയോ ഗോർ അടുത്ത ആഴ്ച ഇന്ത്യയുടെ വാണിജ്യമന്ത്രി വാഷിംഗ്ടൺ സന്ദർശിക്കുമ്പോൾ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഞങ്ങളിൽ നിന്ന് അകലുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശി ദിൽജിത്തിന്റെ ഹൃദയം ഇനി കൊല്ലം സ്വദേശിനിയായ 13-കാരിയിൽ മിടിക്കും. എറണാകുളം ലിസി ആശുപത്രിയിൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. ഹൃദയത്തിന് പുറമെ കരളും വൃക്കകളും കണ്ണും ഉൾപ്പെടെ ദാനം ചെയ്ത് 7 പേരിലൂടെ ദിൽജിത്ത് ഇനി ജീവിക്കും. ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് വന്ദേ ഭാരത് ട്രെയിനിൽ കൊല്ലം സ്വദേശിനിയായ 13-കാരിയുമായി കൊച്ചിയിലെത്തിയത്. തുടർന്ന് ലിസി ഹോസ്പിറ്റലിൽ എത്തിച്ചു. തുടർന്ന് ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന ചില ടെസ്റ്റുകൾ പെൺകുട്ടിയിൽ നടത്തേണ്ടതുണ്ട്. മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് പെൺകുട്ടിക്ക് ഹൃദയം മാറ്റാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് അങ്കമാലിയിലുണ്ടായിരുന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച മസ്തിഷ്ക മരണം സംഭവിച്ച ബിൽജിത്ത് എന്ന് പറയുന്ന 18-കാരൻ്റെ ഹൃദയവും ആയി കൊച്ചിയിലേക്ക് ലിസി ഹോസ്പിറ്റലിലേക്ക് തിരിക്കുന്നത്. ഇന്നലെ രാത്രി 1:15 ലിസി ഹോസ്പിറ്റലിൽ ഈ ഹൃദയം എത്തുന്നത്. അതിനുശേഷമാണ് ശസ്ത്രക്രിയകൾ നടക്കുന്നത്. ശസ്ത്രക്രിയ നടന്ന ശേഷം രാവിലെ 6 മണിയോടുകൂടിയാണ് ശസ്ത്രക്രിയ അവസാനിച്ചത്. ഇനിയുള്ള 48 മണിക്കൂറുകൾ അങ്ങേയറ്റം നിർണായകമാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെയാണ്. പ്രത്യേകിച്ചും ഹൃദയം ചുരുങ്ങുന്ന അസുഖമുള്ള പെൺകുട്ടിയാണ്. ഹൃദയത്തിന് വാൽവിന് സുഷിരവും കണ്ടെത്തിയിരുന്നു. അതായത് പക്ഷേ സർജറിക്ക് ശേഷം പെൺകുട്ടികളുടെ ഹൃദയം മിടിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ശസ്ത്രക്രിയ വിജയകരമാണ് എന്ന് തീരുമാനത്തിലെത്തിയത് എന്ന് വ്യക്തമായത്. അതിനുശേഷം ഇനിയുള്ള 48 മണിക്കൂർ പെൺകുട്ടിയുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യവും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ നിരീക്ഷണത്തിലാണ്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത്. 30ാമത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ് ലിസി ഹോസ്പിറ്റലിൽ നടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപേ കൊല്ലം സ്വദേശിയായ ഐസക് ജോർജിൻ്റെ ഹൃദയവുമായി അങ്കമാലി സ്വദേശിക്ക് ഹൃദയവുമായി കൊച്ചിയിലേക്ക് എത്തുന്ന സാഹചര്യം ഇവിടെ നമ്മൾ കണ്ടതാണ്. സംസ്ഥാനം അതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയത് ഏതു വിധമായിരുന്നു. എയർ ആംബുലൻസിൽ അടിയന്തരമായി കൊച്ചിയിലേക്ക് ഹൃദയം എത്തിക്കുന്ന സാഹചര്യം. പ്രത്യേകിച്ചും ഹൃദയം രോഗിയുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കേണ്ടത് ഡോണറുടെ ശരീരത്തിൽ നിന്നും മാറ്റിയാൽ 6 മണിക്കൂറിനുള്ളിൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിരിക്കണം എന്നാണ് മെഡിക്കൽ നിയമങ്ങൾ അനുശാസിക്കുന്നത്. അങ്ങനെയാണ് സംസ്ഥാനം അവയവമാറ്റ ശസ്ത്രക്രിയകളിൽ കൈവരിച്ചിരിക്കുന്ന നേട്ടവും ശ്ലാഘനീയമാണ്. ഹൃദയം മാറ്റിവെച്ച 13-കാരിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർ ജേക്കബ് എബ്രഹാം. നാളെ പുലർച്ചെ കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റും. ആശുപത്രിയിൽ എത്തിക്കുന്ന സമയം പെൺകുട്ടിയുടെ ആരോഗ്യം മോശമായിരുന്നു. കൃത്യസമയത്ത് ഹൃദയം മാറ്റിവെക്കാനായത് ഗുണമായെന്നും ഡോക്ടർ പറഞ്ഞു.
നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ ഇന്ന് രാവിലെ 6:30 6:30 ഷിഫ്റ്റ് ചെയ്ത ആവണിയുടെ സർജറി സക്സസ്ഫുൾ ആണ്, സ്റ്റേബിളാണ്. വെന്റിലേറ്റർ സപ്പോർട്ട് തന്നെയാണ് സാറിന്. ഏത് കാർഡിയക് സർജറി കഴിഞ്ഞാലും ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ഏത് കാർഡിയക് സർജറി കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് 4 to 5 hours വെന്റിലേറ്റർ സപ്പോർട്ടിലായിരിക്കും. അതുപോലെ തന്നെ ആവണിനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നാളെ രാവിലെ വരെ വെന്റിലേറ്റർ സപ്പോർട്ടിൽ മോണിറ്റർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആവണി ഒരു കഴിഞ്ഞ എസ്പെഷ്യലി ലാസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് വളരെ സിക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. ഇന്നലെ തന്നെ ഈ സർജറിയുടെ സമയത്ത് ആവണിയുടെ ചെസ്റ്റ് തുറക്കുമ്പോഴത്തേക്കും ഹാർട്ട് വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. അപ്പം ഈ വരുന്ന ചിലപ്പോൾ ഈ ഒരു സമയങ്ങളിൽ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മേജറായിട്ടുള്ള ഒരു എന്തെങ്കിലും ഈവൻറ്റ് സംഭവിച്ചിരുന്നില്ല. കാർഡിയക് അറസ്റ്റ് പോലുള്ള ഒരു ഈവൻറ്റ് ചിലപ്പോൾ സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു റൈറ്റ് ടൈമിലാണ് അവർക്കൊരു ഓർഗൻ അവൈലബിലിറ്റി ഉണ്ടായത്. നടൻ സൗബിൻ ഷാഹിർ പ്രതിയായ മഞ്ഞുമൽ ബോയ് സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. എറണാകുളം DCP വിനോദ് പിള്ളയ്ക്കാണ് മേൽനോട്ട ചുമതല. എറണാകുളം ക്രൈംബ്രാഞ്ച് DYSP ലത്തീഫ് അന്വേഷിക്കും. കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ DGPയെ സമീപിച്ചിരുന്നു. സൗത്ത് ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ മരട് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. എന്നാൽ അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ലെന്നും കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ആരോപിച്ച് പരാതിക്കാരൻ സിറാജ് വലിയതുറ DGPക്ക് പരാതി നൽകിയിരുന്നു. കേസിൽ ക്രമക്കേട് നടന്നതായി പറയുന്ന തുകയുടെ വ്യാപ്തിയും പരാതിക്കാരന്റെ അഭിഭാഷകൻ നിയമ നടപടി സ്വീകരിച്ചതും കണക്കിലെടുത്താണ് പുതിയ ഉത്തരവ്. പ്രതികളെ സഹായിക്കുന്ന തരത്തിൽ കേസിൽ കാലതാമസം ഉണ്ടാകുന്നുവെന്നും ബാങ്ക് ഇടപാടുകളുടെ പ്രധാനപ്പെട്ട രേഖകൾ ഫയലിൽ നിന്ന് എടുത്തുമാറ്റിയതായും പരാതി ഉയർന്നിരുന്നു. കേസിന്റെ മേൽനോട്ട ചുമതല കൊച്ചി സിറ്റി DCP വിനോദ് പിള്ളയ്ക്കായിരിക്കും. 7 കോടി രൂപയുടെ തട്ടിപ്പായതിനാൽ ക്രൈംബ്രാഞ്ച് DYSP ആണ് കേസ് അന്വേഷിക്കുക. 2 SP-മാരും സംഘത്തിലുണ്ട്. സൗബിനെ ക്രൈംബ്രാഞ്ചും ചോദ്യം ചെയ്യും. സൗബിനെയും സഹനിർമ്മാതാക്കളായ പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരെയും മരട് പോലീസ് 2 ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യവും നൽകിയിട്ടുണ്ട്. അതിനിടെ പങ്കെടുക്കാൻ ദുബായ് പോകാൻ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട സൗബിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. വീണ്ടും ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. KSU പ്രവർത്തകരെ മുഖം മൂടിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പിയിലെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. CPM തരം താഴ്ത്തുന്നവരെ BJP ഉയർത്തിക്കൊണ്ടുവരുമെന്ന് MT രമേശ്. തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ തരം താഴ്ത്തിയ സംഭവത്തിലാണ് പ്രതികരണം. ഭാരതാംബയോട് CPM-നുള്ള വിരോധം എല്ലാവർക്കും അറിയാമെന്നും MT രമേശ് പറഞ്ഞു. ഭാരതാംബയോട് CPM-നോടുള്ള വിരോധം നമുക്കറിയാമല്ലോ. അവർ ഭാരതത്തെ അമ്മയായി കാണാത്തൊരു പാർട്ടിയാണല്ലോ. CPM-നെ പോലെ ഒരു പാർട്ടി ഇങ്ങനെ നിലപാടെടുക്കുന്നുണ്ടാണ് അവർ ഇത്തരത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അവരിനെയും അത്തരം നിലപാടുകൾ തുടർന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ തുടരുന്ന ഞങ്ങൾക്ക് നല്ലതാണ്. കൂടുതൽ ആളുകൾ അവരെ തരംതാഴ്ത്തി കഴിഞ്ഞാൽ അവരെയെല്ലാം മേലോട്ട് ഉയർത്താൻ BJP തയ്യാറാണ്. അതുകൊണ്ട് അവർ തരംതാഴ്ത്തി നടത്തിക്കൊണ്ടേയിരിക്കട്ടെ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഭാരതാംബിക മുമ്പിൽ ഒരു ഫോട്ടോ നിലവിളക്ക് കത്തിച്ചതിന്റെ പേരിൽ ആരെങ്കിലും എതിർക്കപ്പെടുകയാണെങ്കിൽ അവരെ BJP സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒട്ടകപക്ഷിയെപ്പോലെ മണ്ണിൽ മുഖം താഴ്ത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ചില പോലീസ് ഉദ്യോഗസ്ഥർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നുവെന്നും അത്തരക്കാർ യൂണിഫോം ഇട്ട് കേരളത്തിലൂടെ നടക്കില്ലെന്നും VD സതീശൻ പറഞ്ഞു. എന്ത് നീതിയാണ് കേരളത്തിൽ നടപ്പാകുന്നത്? രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നുള്ളിക്കും. പണ്ടൊക്കെ ഞങ്ങൾ എല്ലാം പൊറുക്കുമായിരുന്നു. ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തുവെക്കും. ചെവിയിൽ നുള്ളി വെച്ചോ. ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല. ഒറ്റൊരുത്തൻ കേരളത്തിൽ ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല. അത്രമാത്രം തോന്നിയാസവും അസംബന്ധവുമാണ് ഇവർ കാണിക്കുന്നത്. വിദ്യാർത്ഥി നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് തീവ്രവാദികളെ പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന കാടത്തം എവിടെയാണുള്ളത്? എവിടെ മുഖ്യമന്ത്രി? എത്ര സംഭവങ്ങളാണ് കേരളത്തിലുണ്ടാകുന്നത്? ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്തേ മൗനം പാലിക്കുന്നു? ഇയാൾ ഒട്ടകപ്പക്ഷിയെ പോലെ മണ്ണിൽ തലപൂഴ്ത്തിയിരിക്കുകയാണ്. ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല നിങ്ങളുടെ ഈ മൗനം. നിങ്ങൾക്ക് ഭയമാണ് സംസാരിക്കാൻ, നിങ്ങൾക്ക് പേടിയാണ് സംസാരിക്കാൻ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഈ സംഭവങ്ങൾ ഉണ്ടായത് നിങ്ങളുടെ വകുപ്പിലാണ് ഈ വൃത്തികേടുകൾ നടന്നിരിക്കുന്നത്. നിങ്ങളുടെ വകുപ്പിലാണ് മുഖ്യമന്ത്രി ഈ തോന്നിയാസം മുഴുവൻ നടക്കുന്നത്.
കേട്ടുകേൾവിയില്ലാത്ത വൃത്തികേടുകൾ കേരളത്തിൽ പോലീസിന്റെ പേരിൽ അരാജകത്വവും അതിക്രമവും നടക്കുന്നത്. ഇടുക്കി പശുപ്പാറയിൽ പാലിയേറ്റീവ് കെയർ ആൻഡ് കമ്മ്യൂണിറ്റി ലൈബ്രറി ഹാൾ മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിച്ചു. സാന്ത്വനം കുവൈറ്റും പശുപ്പാറ പീപ്പിൾ ആൻഡ് ലൈബ്രറിയും ചേർന്നാണ് പദ്ധതിയെ പ്രാവർത്തികമാക്കിയത്. നമ്മുടെ നാട്ടില് മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടമാണ് പശുപ്പാറ പീപ്പിൾസ് ക്ലബ് ആൻഡ് ലൈബ്രറി. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല വിധത്തിൽ മുന്നേറാനായിട്ടുള്ള വസതിയൊരുക്കും. കുവൈറ്റ് ആസ്ഥാനമായി ജീവകാരുണ്യ രംഗത്ത് 25 വർഷമായി സേവനം നടത്തുന്ന സാന്ത്വനം കുവൈറ്റും പശുപ്പാറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പശുപ്പാറ പീപ്പിൾസ് ആൻഡ് ലൈബ്രറിയും ചേർന്നാണ് മലയോര ജനതയ്ക്ക് പാലിയേറ്റീവ് സെന്ററും കമ്മ്യൂണിറ്റി ലൈബ്രറി ഹാളും സമർപ്പിച്ചത്. സാന്ത്വനം കുവൈറ്റിന്റെ സ്പെഷ്യൽ പദ്ധതിയിൽ 38 ലക്ഷം രൂപ മുടക്കിയാണ് സംരംഭം പൂർത്തിയാക്കിയത്. 2024 ജൂലൈ 7 അന്തരിച്ച MLA വാഴൂർ സോമൻ ശിലാസ്ഥാപനം നിർവഹിച്ചിരുന്നു. 1 വർഷം കൊണ്ടാണ് കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കിയത്. റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീരാനാനം കുന്നിൽ നിർവഹിച്ചു. ഓണക്കിറ്റ് വിതരണം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോണും വിവിധ അവാർഡുകളുടെ വിതരണം ബ്ലോക്ക് മെമ്പർ നിക്സൺ, ശ്രീ ഫ്രാൻസിസ് എന്നിവരും ചേർന്ന് നിർവഹിച്ചു. വിവിധ പഞ്ചായത്ത് മെമ്പർമാർ, സാമൂഹ്യ സാംസ്കാരിക മതപുരോഹിതന്മാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. സ്നേഹവിരുന്ന്, വിവിധ കലാപരിപാടികൾ, ഗാനമേള എന്നിവയും നടന്നു. ന്യൂസ് 18 ഇടുക്കി. തൊടുപുഴയിൽ +1 വിദ്യാർത്ഥിയെ MSF മേഖലാ പ്രസിഡന്റ് മർദ്ദിച്ചതായി പരാതി. തൊടുപുഴയിലെ സർക്കാർ സ്കൂളിലാണ് സംഭവമുണ്ടായത്. പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിയെ തടഞ്ഞുവെച്ച് മർദ്ദിച്ചതിന് MSF നേതാവ് അൽ-അമീൻ ഉൾപ്പെടെ 3 പേർക്കെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു. അൽ-അമീനെതിരെ മർദ്ദനം, പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. മറ്റ് 2 പേർ പ്രായപൂർത്തിയാവാത്തവരായതിനാൽ വിശദ റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കൈമാറും. അൽ-അമീൻ സ്കൂളിൽ ഇടയ്ക്കിടെ പ്രശ്നമുണ്ടാക്കുന്നയാളാണെന്നും ഇനിയും സ്കൂളിൽ മകനെ വിടുന്നതിൽ ഭീതിയുണ്ടെന്നും മർദ്ദനമേറ്റ കുട്ടിയുടെ അമ്മ പറയുന്നു. ഇപ്പം 3 പിള്ളേർ കൂടിയിട്ടാണ് അതിൽ അൽ-അമീൻ എന്ന് പറഞ്ഞൊരു കൊച്ചു അവനെ അടിച്ചത്. ഒരു സച്ചു, ഒരു ശിവപ്രസാദ് എന്ന് പറഞ്ഞ 2 പിള്ളേർ അവൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് കൊച്ചിൻ്റെ മുഖത്തിൻ്റെ അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കുട്ടിയുടെ പ്രവൃത്തി എന്ന് വെച്ചാൽ ഇത് സംഗീതത്തിന് മാത്രമല്ല, ഇതിന് മുമ്പും വേറെ പല പിള്ളേർക്കും ഇത് ഉണ്ടാകുന്നുണ്ട്. അവനൊരു സ്ഥിരമായിട്ടുള്ളൊരു പ്രശ്നക്കാരനായിട്ടാണ് സ്കൂൾ അധികൃതരും PTA പ്രസിഡൻറ്റും അങ്ങനെ സ്കൂളിൽ ഏകദേശം ഒരു 95 ഞാൻ സംസാരിച്ച എല്ലാവരും എന്നെ കുറിച്ച് ഒരു നത് പോലും ഇല്ല. കൊച്ചു സ്ഥിരം ഒരു പ്രശ്നക്കാരനായിട്ടാണ് പറയുന്നത്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള നിസ്സാര വഴക്കിന്റെ പേരിലാണ് മർദ്ദനമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല. അൽ-അമീനെ 15 ദിവസത്തേക്ക് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റിന്റെ മകനാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയ അൽ-അമീൻ. ഇടുക്കി എഴുകുംവയലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. എഴുകുംവയലിൽ സ്വദേശി ജിയോ ജോർജിന്റെ കാറാണ് കത്തിനശിച്ചത്. കയറ്റത്തിൽ വെച്ച് പെട്ടെന്ന് കാറിൽ നിന്ന് തീ ഉയരുകയായിരുന്നു. ഉടൻ തന്നെ കാറിലുണ്ടായിരുന്ന ജിയോയും ഭാര്യയും 3 കുട്ടികളും ഭാര്യാമാതാവും പുറത്തിറങ്ങി. ജിയോയ്ക്കും ഭാര്യയ്ക്കും നേരിയ പൊള്ളലുണ്ട്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് തീപിടിച്ചു. ആറ്റിങ്ങൽ KSRTC സ്റ്റാൻഡിന് സമീപം രാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. കാറിലുണ്ടായിരുന്ന 2 പേരും ഉടൻ പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. ആറ്റിങ്ങൽ ഫയർ ആൻഡ് റെസ്ക്യൂ സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കോഴിക്കോട് തൊട്ടിൽപ്പാലം കുണ്ടുതോട്ടിൽ നാടൻ തോക്കുകളുമായി ഒരാൾ അറസ്റ്റിൽ. ആമ്പല്ലൂർ ഉണ്ണിയെയാണ് തൊട്ടിൽപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 തോക്കുകളാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത്. വീടിനോട് ചേർന്നായിരുന്നു കള്ളത്തോക്ക് നിർമ്മാണം. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു. തിരുവനന്തപുരം പാറശാല പരശുവെക്കലിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന കൊടിതോരണങ്ങൾ നശിപ്പിച്ചതായി പരാതി. പരശുവെക്കൽ, പെരുവിള തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കൊടിതോരണങ്ങൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബാലഗോകുലം സംഘാടകർ പാറശാല പോലീസിന് പരാതി നൽകി. കൊല്ലമഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ വീടിന്റെ മുകളിലേക്ക് ലോറി മറിഞ്ഞ് അപകടം. വീട്ടിലുണ്ടായിരുന്നവരും ലോറി ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീട് പൂർണ്ണമായും തകർന്നു. ഇന്നലെ രാത്രി 12:30ഓടെയാണ് അപകടമുണ്ടായത്. വീട്ടിലുണ്ടായിരുന്ന ഫാത്തിമ ബീവിയും മകൻ സനോജുമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ലോറി ഡ്രൈവർ 2 മണിക്കൂറോളം ലോറിയിൽ കുടുങ്ങിക്കിടന്നു. കൊല്ലം കേരളപുരം സ്വദേശി
ബാബുക്കുട്ടനാണ് ലോറിയിൽ കുടുങ്ങിക്കിടന്നത്. കേരളപുരത്തു നിന്നും തമിഴ്നാട്ടിലേക്ക് ആക്രി സാധനങ്ങളുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിന് കുറുകെ ചാടിയ നായ ബൈക്കിലിടിച്ചതിനെ തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീണ സ്ത്രീ മരിച്ചു. മലപ്പുറം മേലാറ്റൂർ സ്വദേശി സലീനയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. കുമരംപുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിൽ വ്യാഴാഴ്ച രാത്രി 10:45ഓടെയായിരുന്നു അപകടമുണ്ടായത്. മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് മേലാറ്റൂരിലേക്ക് മകൻ ഓടിച്ച ബൈക്കിലാണ് സലീന യാത്ര ചെയ്തിരുന്നത്. റോഡിന് കുറുകെ ചാടിയ നായെ ബൈക്ക് ഇടിച്ചതോടെ ഇരുവരും റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഹെൽമറ്റ് ധരിച്ചിട്ടും സലീനയുടെ തലയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു. മിസോറാമിൽ നിന്ന് ആദ്യമായി ട്രെയിൻ ഓടിത്തുടങ്ങി. മിസോറാമിലെ ഐസ്വാളിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെയുള്ള സായിരംഗ സ്റ്റേഷനിൽ നിന്ന് പ്രധാനമന്ത്രി മോദി ആദ്യ ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഐസ്വാളിനെ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാതയ്ക്ക് 51.38 കിലോമീറ്ററാണ് നീളം. ഭൈരബി സൈറാങ് പാതയിലൂടെ മിസോറാം ദേശീയ റെയിൽവേ ശൃംഖലയുടെ ഭാഗമാകുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്. അസം, ത്രിപുര, അരുണാചൽ പ്രദേശ് എന്നിവയ്ക്ക് ശേഷം റെയിൽവേ ശൃംഖലയിൽ ബന്ധിപ്പിക്കുന്ന 4ാമത്തെ വടക്കു കിഴക്കൻ തലസ്ഥാനമാണ് ഐസ്വാൾ. Mizoramin Railway Service ane ta ane tuna hian Rajdhani Express Sairanga changa Anand Vihar Delhi akal chana Sairanga changa Guwahati. പൂജയ്ക്ക് ശേഷം പുഴയിലേക്കിറങ്ങിയ മന്ത്രവാദിയും യുവാവും മുങ്ങി മരിച്ചു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ഹസൻ മുഹമ്മദ്, കോയമ്പത്തൂർ സ്വദേശി യുവരാജ് എന്നിവരാണ് മരിച്ചത്. കൊഴിഞ്ഞാമ്പാറ കുലുക്കപ്പാറയിലെ പുഴയിലാണ് അപകടമുണ്ടായത്. ഹസൻ മുഹമ്മദിന്റെ വീട്ടിലാണ് മന്ത്രവാദ ക്രിയകൾ നടന്നത്. തുടർന്ന് ഇരുവരും ഇറങ്ങിയപ്പോഴാണ് അപകടം. മകന് ജോലി ശരിയാവുന്നില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ശനിയാഴ്ച ഹസൻ മുഹമ്മദിന് സമീപം കുടുംബം എത്തിയപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. കന്യാകുമാരി കരിങ്കല്ലിൽ നവജാത ശിശുവിനെ അമ്മ വായിൽ ടിഷ്യൂ പേപ്പർ തിരുകി കൊലപ്പെടുത്തി. തക്കല സ്വദേശി ബെനിറ്റ ജയ അന്നൽ എന്ന 21-കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭർത്താവിന് തന്നേക്കാൾ സ്നേഹം കുഞ്ഞിനോടാണെന്ന് തോന്നിയതാണ് കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് പ്രതി മൊഴി നൽകി. പാൽ തൊണ്ടയിൽ കുരുങ്ങിയാണ് കുഞ്ഞ് മരിച്ചതെന്നാണ് കൊലയ്ക്ക് ശേഷം ഇവർ വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. തുടർന്ന് ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് സംഭവം കൊലപാതകമാണെന്ന് അറിയുന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എറണാകുളത്ത് 2ഇടങ്ങളിൽ MDMA പിടികൂടി. എറണാകുളം എളമക്കര പുന്നക്കൽ ഭാഗത്തു നിന്ന് 5.14 ഗ്രാമും വെണ്ണല ഭാഗത്തു നിന്നും 2.81 ഗ്രാം MDMAയുമാണ് പിടിച്ചത്. തൃക്കാക്കര നോർത്ത് സ്വദേശി സഫലിനെ എളമക്കരയിൽ നിന്നാണ് പിടികൂടിയത്. തമനം സ്വദേശി തൻവീറിനെ വെണ്ണലയിൽ നിന്നും പിടികൂടി. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ IPSന്റെ നിർദ്ദേശപ്രകാരം നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ KA അബ്ദുസലാമിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പാലക്കാട് കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റയിൽ വ്യാജമദ്യ വിൽപ്പന പിടികൂടി. എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംഭവത്തിൽ ചുണ്ടമ്പറ്റ സ്വദേശി നിനീതിനെ അറസ്റ്റ് ചെയ്തു. ചുണ്ടമ്പറ്റ ജംഗ്ഷനിൽ നിന്നും വിളയൂരിലേക്ക് പോകുന്ന റോഡിൽ സ്കൂട്ടറിൽ വ്യാജമദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. കൊല്ലം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് നിന്ന് രാജവെമ്പാലയെ പിടികൂടി. പാമ്പിനെ കണ്ടെന്ന വിവരം ഡ്രൈവർമാരാണ് വനപാലകരെ അറിയിച്ചത്. വനവകുപ്പ് സംഘം രാജവെമ്പാലയെ സാഹസികമായി പിടികൂടി ഉൾവനത്തിലേക്ക് മാറ്റി. മഴയായാലും വെയിലായാലും പട്ടാമ്പിയിൽ യാത്രാ ദുരിതത്തിന് അറുതിയില്ല. ഏറെ നാളത്തെ ആവശ്യങ്ങൾക്ക് ശേഷം നവീകരണം തുടങ്ങിയെങ്കിലും ഇപ്പോൾ നാട്ടുകാരെ വലയ്ക്കുന്നത് രൂക്ഷമായ പൊടിശല്യമാണ്. പൊടിശല്യത്തിൽ വലയുകയാണ് പട്ടാമ്പിക്കാർ.
കാലങ്ങളായി തകർന്നു കിടന്ന റോഡിൽ അറ്റകുറ്റപ്പണി തുടങ്ങിയെങ്കിലും നാട്ടുകാരുടെ ബുദ്ധിമുട്ട് തീരുന്നില്ല. വാഹനങ്ങൾ പോകുമ്പോൾ ഉയരുന്ന പൊടിയാണ് നാട്ടുകാരെ വലയ്ക്കുന്നത്. മഴയായാൽ ചെളിയും വെയിൽ വന്നാൽ പൊടിയുമാണ് ബുദ്ധിമുട്ടാകുന്നത്. ബൈക്ക് യാത്രക്കാരാണ് ഏറെ പ്രയാസം അനുഭവിക്കുന്നത്. പട്ടാമ്പി ടൗണിലൂടെ ഒരു തവണ ഒന്ന് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു സാധാരണ മനുഷ്യനും ഏറ്റവും അധികം വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. എന്റെ പുറകിൽ കാണുന്ന ഇപ്പോൾ ഒരു ചെറിയൊരു നനവ് കഴിഞ്ഞു. പക്ഷെ 2 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ വീണ്ടും പൊടി ഉയർന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഡിവൈഡർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വാഹനങ്ങൾ സ്വന്തം നിലയ്ക്ക് വലിയ സ്പീഡിലൊക്കെ പോകുമ്പോൾ തൊട്ട് പുറകെ വരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ബൈക്ക് യാത്രികർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പൊടിശല്യം രൂക്ഷമായതോടെ റോഡരികിലെ കടകൾ അടച്ചിടേണ്ട അവസ്ഥയാണ്. ബസ്സുകളടക്കമുള്ള വലിയ വാഹനങ്ങളുടെ അമിത വേഗതയിലുള്ള ഓട്ടവും പൊടിശല്യം രൂക്ഷമാകാൻ കാരണമാണ്. മേലെപ്പട്ടാമ്പി അലക്സ് തിയേറ്റർ മുതൽ കൽപ്പക ജംഗ്ഷൻ വരെയാണ് യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. രാത്രികാലങ്ങളിൽ റോഡ് നവീകരണം നടക്കുന്നുണ്ടെങ്കിലും പകൽ സമയമുള്ള പൊടിശല്യത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരം കാണുകയോ വേഗത്തിൽ റോഡ് ടാറിംഗ് പൂർത്തിയാക്കണമെന്നും എന്നുമാണ് ആവശ്യം. ന്യൂസ് 18 പട്ടാമ്പി. യാത്രാ ദുരിതത്തിൽ വലഞ്ഞ് തെന്മല ഗ്രാമപഞ്ചായത്തിലെ വാലുപറമ്പ് നിവാസികൾ. റോഡില്ലാത്തത് മൂലം വന്യമൃഗങ്ങളുള്ള കാട്ടിലൂടെ രോഗികളെ തലച്ചുമടായി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് നാട്ടുകാർക്ക്. തെന്മല വാലുപറമ്പ് നിവാസികളുടെ ദുരിതത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വന്യമൃഗങ്ങളുള്ള കൊടും വനത്തിലൂടെ കാൽനടയായാണ് ഇവർ സ്വന്തം വീടുകളിൽ എത്തുന്നത്. കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നും 400 മീറ്റർ കഴിഞ്ഞ് ഒരു ചെറിയ പാലം നിർമ്മിച്ചു നൽകിയാൽ 6 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കാതെ പ്രദേശവാസികൾക്ക് ഗ്രാമത്തിലെത്താൻ കഴിയും. എന്നാൽ വർഷങ്ങളായി നിയമക്കുരുക്ക് പറഞ്ഞ് പ്രദേശവാസികളെ അവഗണിക്കുകയാണ് അധികൃതർ. യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എവിടെയും വണ്ടി സൗകര്യമുള്ളവർക്ക് ഒരു വീടിനുള്ള ഒരു 3 സെന്റ് സ്ഥലവും ഒരു പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് കിട്ടണം. എനിക്ക് അത് മാത്രമേ ഉള്ളൂ ഒരു ആഗ്രഹവും. കൊണ്ടുപോകാൻ വഴി സൗകര്യം വണ്ടി സൗകര്യമുള്ള ഒരു വീട് വേണം. അത് പഞ്ചായത്തിൽ നിന്ന് എനിക്കൊരു 3 സെന്റ് സ്ഥലവും അതിനുള്ള ഒരു സഹായം ചെയ്തു തരണം. ഹൃദയസംബന്ധമായ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് വാലുപറമ്പിൽ സ്വദേശി ശശിധരനെ വാർഡ് മെമ്പർ നാഗരാജിന്റെ നേതൃത്വത്തിൽ തോളിലേറ്റിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആശുപത്രി എടുത്തുകൊണ്ടിരുന്ന ഈ ഒരു ജീപ്പും ഈ ഒരു ഡ്രൈവറും അല്ലാതെ വേറെ ആരും ആ റൂട്ടിലോട്ട് പോകത്തില്ല. ഒന്ന്. രണ്ടാമത്, ഇതുപോലെയുള്ള പാലിയേറ്റീവ് രോഗികൾ വനാന്തരങ്ങളിൽ താമസിക്കുന്നവർക്ക് അടിയന്തരമായ റോഡ് സൈഡിൽ അവർക്ക് താമസ സൗകര്യം, റോഡ് സൗകര്യം ഉള്ളിടത്ത് 3 സെന്റ് സ്ഥലം കൊടുക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് മുൻഗണന നൽകണമെന്ന് കഴിഞ്ഞ എല്ലാ ബഡ്ജറ്റ് കമ്മിറ്റിയിലും നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് നടപ്പാക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. 20ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന പ്രദേശത്ത് ഇപ്പോൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണുള്ളത്. വന്യമൃഗങ്ങളുടെ ശല്യവും അടിസ്ഥാന സൗകര്യവും ഇല്ലാത്തത് മൂലം വീട് വിട്ടുപോവുകയാണ് താമസക്കാർ. ന്യൂസ് 18 പുനലൂർ. കൊല്ലം മൺട്രോത്തുരുത്തിൽ റോഡ് അപകട ഭീഷണിയിൽ. നിരവധി സഞ്ചാരികൾ എത്തുന്ന പ്രദേശത്തെ പ്രധാന പാതയാണ് കുണ്ടും കുഴിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ഇതോടെ കുട്ടവഞ്ചി സവാരിയും ബോട്ടിംഗും ഉൾപ്പെടെയുള്ള മേഖലയിലെ വിനോദസഞ്ചാര മേഖലയും പ്രതിസന്ധിയിലാണ്. കൊല്ലത്ത് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായ മൺട്രോത്തുരുത്തിൽ റോഡുകളുടെ തകർച്ചയും പരിപാലനക്കുറവും ഗുരുതര പ്രശ്നമായി മാറിയിരിക്കുകയാണ്. വിദേശികൾ ഉൾപ്പെടെ ഒട്ടനവധി സഞ്ചാരികൾ ദിവസേന എത്തുന്ന പ്രദേശമാണ് മൺട്രോത്തുരുത്ത്. എന്നാൽ യാത്രാമാർഗമായ റോഡുകൾ ഇപ്പോൾ കുഴികളാലും പൊട്ടിച്ചിതറിപ്പോയ കോൺക്രീറ്റ് പാളികളാലും അപകട ഭീഷണിയിലായിരിക്കുകയാണ്. മഴക്കാലത്തെ വേലിയേറ്റവും വെള്ളക്കെട്ടും റോഡ് ഗതാഗതം പൂർണ്ണമായും ദുഷ്കരമാക്കുന്നു. ദുരിതത്തിലായാലും ഞങ്ങളിവിടെ താമസം വന്നതിന് ശേഷം ഇവിടുത്തെ റോഡിൻ്റെ ഗതി കൊണ്ട് ഞങ്ങൾ വളരെ പരാജയത്തിലാണ്. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഒരു പണികളും നടക്കുന്നില്ല. ഓട്ടോ വിളിച്ചാൽ പോലും വരുന്നില്ല. വിനോദസഞ്ചാരികളെ ആകർഷിച്ച് വളർന്നുവരുന്ന റിസോർട്ട് വ്യവസായമാണ് ഇതുകാരണം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത്. നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്ന മൺട്രോത്തുരുത്തിലെ എസ് വളവിലുള്ള പ്രധാന റോഡാണ് സഞ്ചാരികൾക്ക് വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത്. റോഡിന്റെ ദുരിതാവസ്ഥ കാരണം പ്രദേശവാസികൾക്കും കടുത്ത ബുദ്ധിമുട്ടാണ്. രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനും
കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിനും പോലും വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുന്നു. വാഹനങ്ങൾ പലപ്പോഴും കേടുപാടുകൾ നേരിടുന്നതും നാട്ടുകാരുടെ ദിനചര്യയെ ബാധിക്കുന്നുണ്ട്. പ്രദേശവാസികൾ നിരന്തരം പരാതിപ്പെട്ടിട്ടും കാര്യമായ പരിഹാരമുണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. ന്യൂസ് 18 കൊല്ലം. ഹൈക്കോണിന്റെ പുതിയ കോർപ്പറേറ്റ് ഓഫീസും അത്യാധുനിക ഇലക്ട്രിക് വാഹന ലിഥിയം ബാറ്ററി ഫാക്ടറിയും കൊച്ചിയിൽ സെപ്റ്റംബർ 14 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. കാക്കനാട് കിൻഫ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാകും ചടങ്ങ് നടക്കുക. ഹൈക്കോൺ ഇന്ത്യ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ജോർജ് ക്രിസ്റ്റോ ചടങ്ങിൽ സ്വാഗതം പറയും. ഹൈക്കോൺ ഇന്ത്യ ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ക്രിസ്റ്റോ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും. കൊച്ചി മണ്ഡലം MLA ശ്രീ KJ മാക്സി അധ്യക്ഷ പ്രസംഗം നടത്തും. കിൻഫ്ര ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററിലെ 5 ഏക്കർ സ്ഥലത്താണ് പുതിയ ഫാക്ടറി ആരംഭിച്ചത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jewelry. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 10,190, പവന് 81,520. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 8,440, പവന് 67,520. വെള്ളി ഗ്രാമിന് 140, കിലോയ്ക്ക് 1,40,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jewelry. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.